സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതി പ്രതീക്ഷിച്ചിരുന്നു. അഞ്ജു പാർവതി, ഇത്തരം ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ, പ്രത്യേകിച്ചും വനിതകളുടെ ഭാഗത്തു നിന്നും നേതാക്കൾക്കെതിരെ ആക്ഷേപം വരുമ്പോൾ അവർ തൽസ്ഥാനങ്ങളിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കേണ്ടതല്ലേ അഞ്ജു പാർവതി? തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിൽ നിൽക്കുന്നു. ഒപ്പം ജനപ്രതിനിധിയാണ്, MLA ആണ്. അപ്പോൾ ആക്ഷേപങ്ങൾ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ അന്തരീക്ഷത്തിൽ കുറെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുഖ്യമായും പാർട്ടി പത്രങ്ങൾ, അതായത് ഇടതുപക്ഷം ഉന്നയിച്ചത് കൊണ്ട് തന്നെ ഞാനും ഒക്കെ ആ ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ തീർച്ചയായും ആദ്യം ഇങ്ങനത്തെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നും AKT സെന്ററിൽ നിന്ന് വന്ന ഒരു ക്യാപ്സൂൾ പരുവത്തിൽ വന്നിട്ടുള്ള, കാരണം ഇതിനു മുമ്പും ഇടതുപക്ഷം ആരോപിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാമായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഒരു അതിജീവിതയെ മുന്നിൽ നിർത്തി കളിച്ചിരുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായും ആദ്യമൊക്കെ അതായിരിക്കും എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു നമ്മൾ. പക്ഷെ പിന്നീട് അങ്ങനെ നമ്മൾ പറയും തീയില്ലാതെ പുക ഉണ്ടാവുമെന്നൊരു സംശയം വന്നു. ആ സംശയം വന്നു കഴിഞ്ഞിട്ട് പക്ഷെ മറുപക്ഷത്ത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇതുവരെയും ആരുമില്ല. ആ ഒരു സ്ഥിതിയിലാണ് ഇന്നലെ ആ പെൺകുട്ടി റിനി എന്ന് പറഞ്ഞ ആ ഒരു ആക്ട്രസ് വന്നു. അവർ കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നിട്ടുണ്ട്. ആരാണ്, ഹൂ കെയർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് ആളുണ്ട്, ആരാണെന്നുണ്ട്. അതുപോലെ ആരോപിക്കാൻ ഓപ്പോസിറ്റ് സൈഡിലും ഒരാളുണ്ട്. അപ്പം ഇത്തരം ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കുവാണെങ്കിൽ ഇതിന് ആൻസർ പറയേണ്ടത് അദ്ദേഹമാണ്, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിൽ ഈ പെൺകുട്ടി പരാതി കൊടുത്തു, അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പ്രവാസി എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിനൊക്കെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കൃത്യമാണ് ആരാണ് എന്നുള്ള കാര്യമൊക്കെ കൃത്യമാണ്. അപ്പം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളൊരു പക്ഷമുണ്ട്, അത് കേൾക്കണം. അതോടൊപ്പം തന്നെ MLA സ്ഥാനം വെക്കേണ്ടി വരുമെന്ന് പറയുന്നതിനേക്കാളേറെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ പ്രമുഖർക്കെതിരെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിന് അവരെ ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും മുന്നോട്ട് വന്ന് ആരും അങ്ങനെ രംഗത്തിറങ്ങാത്തത്. അത് നമുക്ക് കുറെ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ടാവാം. പക്ഷെ ഇവരിവിടെ ശക്തമായിട്ട് മുന്നിട്ട് വന്നിട്ട് പോലും ഇന്നലെയൊക്കെ സൈബർ ബുള്ളിങ് നേരിടുന്നു എന്ന് ഇന്നിപ്പോൾ അവരുടെ ഒരു ചാനലിന് കൊടുത്ത ബൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ആൾക്കാർ മുന്നിൽ വരുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു പ്രശ്നം, സാമൂഹികപരമായിട്ടുള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണ്. സൈബർ കൂട്ടം അവരെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിക്കാർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ ആരോപണം ചൂണ്ടിക്കാണിച്ച വ്യക്തിനെ തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരയുടെ മേൽ ചാടി വീഴുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നീട് ആൾക്കാർക്ക് നമ്മുടെ വളരെയധികം നന്ദി അഞ്ജു പാർവതി.